രചന ഗംഗോത്രി. അവതരണം സ്മിത രാജൻ പാല. ഭാഗം 3. ഗംഗ അകത്തേക്ക് വന്നപ്പോൾ ശിവറാം വേഗം മുഖം തുടച്ചു. മിസ്റ്റർ ശിവറാം, ഇവിടെ എന്തായിരുന്നു പരിപാടി? ആകെ ശോകാണല്ലോ. ഇങ്ങോട്ട് വന്നേ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. ഗംഗ അപ്പൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. നീ എങ്ങോട്ടാ ഗംഗു എന്നെ കൊണ്ട് പോകുന്നത്? എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട, ശിവറാം പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട, എനിക്കൊരു കമ്പനി വേണം. എന്താ, വരില്ലേ? വലിയ ആൾ കളിച്ചാലുണ്ടല്ലോ. ഞാനൊന്നും ചൊടിച്ചാൽ മതി, നല്ല സുന്ദരൻ ചെക്കന്മാർ ഇവിടെ ക്യൂ നിൽക്കും. എനിക്കൊന്ന് ചായ കുടിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വലിയ കോഴ്സ് എടുക്കാതെ എൻ്റെ കൂടെ വാ, ഗംഗ പറഞ്ഞു. ശീതൾ എന്ന ചെറിയ റെസ്റ്റോറൻറ്റിലേക്കാണ് അവർ പോയത്. അതിൻ്റെ കോർണറിൽ അപ്പനും മകളും പോയിരുന്നു. അവർ ഇടയ്ക്ക് വരുന്നതായതുകൊണ്ട് അവിടെ എല്ലാവർക്കും നല്ല പരിചയമായിരുന്നു. 2 ചായ പഴംപൊരി അല്ലേ? സപ്ലയർ ഇങ്ങോട്ട് ചോദിച്ചു. അതെ, ശിവറാം പറഞ്ഞു. എന്താ ഈ കാര്യങ്ങൾ? അവൻ ആരായിരുന്നു? എന്തിനാ നിന്നെ അങ്ങോട്ട് വിളിച്ചത്? ശിവറാം ചോദിച്ചു. എൻ്റെ പപ്പ, അതായിരുന്നു വിറ്റ്. ആ പോൾ സക്കറിയയുടെ മകനില്ലേ, എബി, അവനായിരുന്നു ആ ഞരമ്പൻ. എത്ര വട്ടം അവർ ചോദിച്ചതാ, എത്ര ഉപദ്രവിച്ചു. എന്നിട്ടും അവൻ എന്നെ നേരിൽ കാണണം പോലും. അപ്പോൾ തന്നെ ഞാൻ ചിന്തിക്കണമായിരുന്നു ഇതുപോലെ ഏതെങ്കിലും ഞരമ്പനായിരിക്കുമെന്ന്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മോളെ. ആ സമയത്ത് അവനെങ്ങനെ അവിടെ എത്തിയത്? നമ്മുടെ ഈ പ്ലാൻ നടപ്പിലാക്കിയപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അതാണ് അറിയേണ്ടത്. നമ്മളെ ആരാണ് ഒറ്റിയത് എന്നറിയണം. കൂടെ നിന്ന് ചതിച്ചവരാണ് കൂടുതലും. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല മോളെ. ആരോടും ഒരു പരിധിയിൽ കൂടുതൽ ഒരു കാര്യങ്ങളും പറയരുത്. എൻ്റെ മോളോട് അതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പപ്പ കടമ ചെയ്യുന്നു എന്ന് മാത്രം. അതൊക്കെ പോട്ടെ, ആരാണ് ക്യാഷ് കൊണ്ടുപോയത്? ശിവറാം ചോദിച്ചു. ഏതോ കാർലോസ് എന്നാണ് പറഞ്ഞത്. ആരായാലും 24 മണിക്കൂറിനുള്ളിൽ എൻ്റെ മുമ്പിൽ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗംഗ പറഞ്ഞു. കാർലോസ്, ഞാൻ ഈ പേര് മുമ്പ് കേട്ടിട്ടുണ്ട്. പണ്ട് മുംബൈയിലുണ്ടായിരുന്ന ഒരു ഗുണ്ടാ നേതാവായിരുന്നു. വലിയ വലിയ പ്രമുഖന്മാർക്ക് വേണ്ടിയും മന്ത്രിമാർക്ക് വേണ്ടിയുമൊക്കെ അവൻ ഗുണ്ടാപ്പണി ചെയ്യാറുണ്ട്. ഇരുചെവി അറിയാതെ അവൻ കാര്യം തീർത്തു കൊടുക്കും. ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, പ്രത്യേകിച്ചും മോളോട്. ഇത്ര ചെറുപ്പത്തിലെ ഇത്ര വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ മോളോട് കുശുമ്പ് തോന്നുന്നത് സ്വാഭാവികം. മുമ്പിലും പിമ്പിലും ഒക്കെ കണ്ണു വേണം മോളെ, ശിവറാം പറഞ്ഞു. അപ്പോഴേക്കും ചായയും പഴംപൊരിയും സപ്ലയർ കൊണ്ടുവന്നു. അപ്പാ, നമുക്കിന്ന് വീട്ടിലേക്ക് പോയാലോ? എനിക്ക് അമ്മയെ കാണാൻ തോന്നുന്നു. കുറച്ചു നേരം അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കണം. അപ്പയ്ക്കറിയോ, ആ മെഴുക് പ്രതിമയിൽ കെട്ടിപ്പിടിച്ച് ഞാനിരിക്കുമ്പോൾ ചിലപ്പോൾ അമ്മയുടെ ഗന്ധം എനിക്ക് കിട്ടാറുണ്ട്. അമ്മ എനിക്ക് ധൈര്യം തരുന്നത് പോലെ തോന്നും, എന്നെ ആശ്വസിപ്പിക്കുന്നത് പോലെ തോന്നും. അന്ന് വഴക്കുണ്ടാക്കി വാശി പിടിച്ചത് നന്നായി. അതുകൊണ്ടല്ലേ അപ്പ അങ്ങനെയൊക്കെ ചെയ്തത്? എന്നെ പറ്റിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി, ഗംഗ പറഞ്ഞു. ശിവറാം അത് ഓർക്കുകയായിരുന്നു. കുഴഞ്ഞു വീണ രഞ്ജിനി 2 കൈകളിലും താങ്ങിയെടുത്ത് താൻ ആശുപത്രിയിലേക്ക് ഓടുമ്പോൾ കുഞ്ഞു ഗംഗ തൻ്റെ ഉടുപ്പിൻ്റെ അറ്റത്ത് പിടിച്ചുകൊണ്ട് പിന്നാലെ വന്നു. ആരൊക്കെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും അവളെ എടുക്കാൻ ശ്രമിച്ചിട്ടും മോൾ നിന്നില്ല. ഒടുവിൽ ആശുപത്രിക്കാർ രഞ്ജിനിയുടെ മരണം ഉറപ്പിച്ചപ്പോഴും ആശുപത്രി വരാന്തയിൽ തൻ്റെ കൂടെ അവളും ഒപ്പമുണ്ടായിരുന്നു. വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ രഞ്ജിനിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞു ഗംഗയുടെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട്. അമ്മ ഒരിക്കലും വരില്ല എന്ന് അവളോട് പറയാൻ തോന്നിയില്ല. രാത്രിയിൽ ഒന്നും കഴിക്കാതെ ഏങ്ങലടിച്ച് കരയുന്ന മകളെ ആശ്വസിപ്പിക്കാൻ പാടുപെട്ട രാത്രികൾ. പിന്നീട് അവൾ വാശി പിടിച്ചു കരഞ്ഞു അവൾക്ക് അമ്മയെ വേണമെന്ന്. താൻ പറഞ്ഞു അമ്മയെ തിരിച്ചു തരാം. പക്ഷേ അമ്മ അനങ്ങില്ല, മിണ്ടുകയില്ല. അതവൾക്ക് സമ്മതമായിരുന്നു. അങ്ങനെയാണ് രഞ്ജിനിയുടെ മെഴുക് പ്രതിമകൾ ഉണ്ടാക്കിയത്. ഒന്ന് ബെഡ്റൂമിൽ, ഒന്ന് ഡൈനിങ് റൂമിൽ. അന്നു മുതൽ കുഞ്ഞു ഗംഗ സംസാരിക്കുന്നത് മുഴുവൻ ആ പ്രതിമയോടായിരുന്നു. പഴംപൊരി കൊള്ളാം അല്ലേ അപ്പാ? അപ്പം വീണ്ടും കാട് കയറി. ഞാൻ വന്നപ്പോഴും ഇത് തന്നെ അല്ലായിരുന്നോ? പോയവർ തിരിച്ചു വരില്ല എന്ന് അപ്പ തന്നെയല്ലേ പറയുന്നേ, ഗംഗ പറഞ്ഞു. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം, ശിവറാം പറഞ്ഞു. ഡ്രൈവർ പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ കാറിലേക്ക് കയറി. വീട്ടിലേക്ക്, ഗംഗ പറഞ്ഞു. ഡ്രൈവർ ഒരു ചെറുപ്പക്കാരനായിരുന്നു. മൂഷാട്ട, ഒന്ന് ചിരിക്കുക പോലുമില്ല, ഡ്രൈവർ മനസ്സിലോർത്തു. അപ്പ, ഗംഗ വിളിച്ചു. എന്താടാ, അപ്പയ്ക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ട്? ഇപ്പോൾ എന്താ പുതിയൊരു ചോദ്യം?
ചുറ്റി വളയാതെ കാര്യത്തിലേക്ക് വാ. ഉത്തരം പറയാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് നീ എന്നെ ഇങ്ങനെ കുഴപ്പിക്കണമെങ്കിൽ. ശിവറാം സംശയത്തോടെ അവളെ നോക്കി. ഓഹോ, എന്നോട് എത്ര ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് ഉത്തരം പറയും. അപ്പയ്ക്ക് എന്താ ഉത്തരം പറയാൻ കഴിയാത്തത്? ഗംഗ ചോദിച്ചു. അപ്പയ്ക്ക് വേറൊരു കാര്യം മോളോട് ചോദിക്കാനുണ്ട്. ശരിക്കും എന്താ നിൻ്റെ ഉദ്ദേശം? വയസ്സ് 25ആയി. ഞാൻ എത്ര കാലം നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നാ നിൻ്റെ ധാരണ? പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിച്ച് കൂട്ടത്തിൽ കൂട്ടണം. ജാതിയോ മതമോ പണമോ ഒന്നും പ്രശ്നമല്ല. മോളെ മനസ്സിലാക്കുന്ന, മോളുടെ കൂടെ എല്ലാ പോക്കിരിത്തരത്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ചങ്കുറപ്പുള്ള ഒരുത്തൻ. അത് നിനക്ക് കണ്ടുപിടിക്കാം, ശിവറാം പറഞ്ഞു. ഡ്രൈവർ അത് കേട്ടപ്പോൾ ഒന്ന് ഞെളിഞ്ഞിരുന്നു. എന്താടോ, തനിക്കെൻ്റെ ഭർത്താവാകണോ? ഗംഗ ചോദിച്ചു. അയ്യോ ഇല്ല മാഡം, ഞാൻ വെറുതെ ഒന്ന് നിവർന്നതാ, ഡ്രൈവർ പറഞ്ഞു. അപ്പോൾ തനിക്ക് ആവണ്ട അല്ലേ? ഗംഗ ചോദിച്ചു. ശിവറാം ഇവൾ എന്തിനുള്ള പുറപ്പാടാണ് എന്ന മട്ടിൽ അവളെ നോക്കി. അങ്ങനെ ആയാൽ മാഡം ഞാൻ ഒരു കളിപ്പാട്ടം പോലത്തെ ഭർത്താവായിരിക്കും. മോഹൻലാലിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ? അതുപോലെ, ഡ്രൈവർ ആവേശത്തോടെ പറഞ്ഞു. അത് കൊള്ളാം, താൻ അങ്ങനെയൊക്കെ ആവൂലേ? അപ്പം നമുക്ക് നോക്കിയാലോ? അയ്യോ, ഒരു കാര്യം വാങ്ങാനുണ്ടായിരുന്നു, വണ്ടി ഒന്ന് നിർത്തിക്കേ, ഗംഗ പറഞ്ഞു. ഡ്രൈവർ വണ്ടി നിർത്തി. അയാളോട് പുറത്തേക്ക് ഇറങ്ങാൻ ഗംഗ ആംഗ്യം കാണിച്ചു. എന്നിട്ട് അവൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി. അയാൾ ചിരിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു. അവൾ താക്കോലിനായി കൈനീട്ടി. പാവം, അയാൾക്ക് എന്തിനാണ് അവൾ കൈനീട്ടിയത് എന്ന് മനസ്സിലായില്ല. അയാൾ അവളുടെ കൈക്ക് മുകളിൽ അയാളുടെ കൈകൾ വെച്ചു. പെട്ടെന്ന് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് പാവം ഡ്രൈവർക്ക് മനസ്സിലായില്ല. അയാൾ കണ്ണു തുറന്നു വന്നപ്പോഴേക്കും കാർ നീങ്ങി തുടങ്ങി. കാര്യങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് അയാൾ ചിന്തിച്ച് നോക്കി. തുടരും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.